Good morning, all. Module second: Exercise principles, first aid and nutrition. Second module ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Physical exercise. Exercise is a magic word for complete living. They are the various road to heaven. It purifies body and mind, thereby make road to spiritual world. Exercise is any bodily activity that enhance or maintain physical fitness and overall health and wellness. What is exercise? Exercise is a bodily activity, a physical activity that enhance or maintains ഉയർത്തുന്നു മെയിൻറ്റെയിൻ ചെയ്ത് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഓവർ ഹെൽത്തും അത് വെൽനെസ് എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. എക്സസൈസ് ഈസ് ദ റിപ്പീറ്റഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, റിപ്പീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ദാറ്റ് ആർ പ്ലാൻഡ് ആൻഡ് സ്ട്രക്ചേർഡ്. അത് പ്ലാൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടീഷനിങ് എനി പാർട്ട് ഓഫ് ദ ബോഡി. എന്തിന് പർപ്പസ് എന്താണ്? ഒരു ബോഡി പാർട്സ്, ചിലപ്പം ചില ബോഡീൻ്റെ പാർട്സ് ആവും, ചിലപ്പം ലെഗ് ആവാം, ചിലപ്പോൾ ഹാൻഡ് ആവാം, ചിലപ്പോൾ ചെസ്റ്റ് ആവാം, ഓരോ പാർട്സ് ഉണ്ടാവും. അത് കണ്ടീഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പെർഫോംഡ് ഫോർ വേരിയസ് റീസൺസ്. പല കാരണങ്ങളാണ് ഇത് പെർഫോം ചെയ്തിട്ട്. എയ്ഡ് ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യാൻ അല്ലേ, ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനാണ്. ആൻഡ് ഇംപ്രൂവ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാം അല്ലേ. ഏത് ഗ്രോത്ത് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളിലൊക്കെ ഒരു ജന്മാല് ഒരു ആക്ടിവിറ്റി ഒരു ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളായിക്കോട്ടെ കുട്ടികൾ എന്തിനാ ആ പ്രായത്തിൽ നിർബന്ധമായിട്ടും ആക്ടിവിറ്റി ഒക്കെ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഒരു 8 to 15 ഉള്ള വയസ്സുള്ള ആളുകൾ ഏജുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ബന്ധപ്പെടണം. എന്നാൽ അവരുടെ ഹാർട്ടിൻ്റെ നെർവും അതുപോലെ തന്നെ നരമ്പുകൾ പിന്നെ ബ്ലഡ് വെസൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ അതുണ്ടായാലും പിന്നെ ഭാവിയിൽ നമുക്ക് ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയുള്ളൂ. പ്രിവെൻറ്റിങ് ഏജിങ്, അതെന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യുന്നത് പ്രായം കുറക്കാൻ സാധിക്കും. ഡെവലപ്പിംഗ് മസിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്താണെന്ന് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് അതിൻ്റെ ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും കപ്പാസിറ്റിയാണ് അല്ലേ അത് ഡെവലപ്പ് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് പ്രായം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? വെയിറ്റ് ഇങ്ങനെ മസിൽസിൻ്റെ മസിൽ ഫൈബർ നഷ്ടപ്പെട്ട് അതിൻ്റെ സൈസ് കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ എക്സസൈസും വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. പിന്നെ ഫാറ്റുള്ള ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഫാറ്റ് കുറഞ്ഞു വരും. ഫോർ മെയിൻറ്റെയിൻസ് ബോഡി മെയിൻറ്റെയിൻസ്, ഇംപ്രൂവിങ് ഹെൽത്ത് ആൻഡ് ആൾസോ ഫോർ എൻജോയ്മെൻറ്റ്. ഹെൽത്ത് ഉണ്ടാവും, പിന്നെ നല്ല ഹെൽത്തുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മെനി ഇൻഡിവിജ്വൽസ് ചൂസ് ടു എക്സസൈസ് ഔട്ട്ഡോർ. പല വ്യക്തികളും എന്ത് ചെയ്യുന്നു? ഔട്ട്ഡോർ എക്സസൈസ് ആണ് ചൂസ് ചെയ്യുന്നത്. ദേ ക്യാൻ കോൺഗ്രിഗേറ്റ് ഇൻ ഗ്രൂപ്പ്സ്. ഉണ്ടാക്കാൻ പറ്റും, ഒരു ഗ്രൂപ്പിൽ സൃഷ്ടിക്കാൻ പറ്റും അവർക്ക് അല്ലേ. സോഷ്യലൈസ് ആൻഡ് എൻഹാൻസ് വെൽബീങ് ആയിട്ട് ഉയർത്താനൊക്കെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ സാധിക്കും. Next topic, types of exercise. Depending on the overall effect on the human body, exercise is divided into two groups. Divided types of exercise: aerobic exercise, anaerobic exercise. What is aerobic exercise? The word aerobic refers to using oxygen. It is performed in the presence of oxygen. The cell in our body needs oxygen in order for them to keep the body functioning properly. When you do aerobic exercises, you are essentially pumping in more oxygen into your body through your lungs, through your hearts. Okay. എയറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ഏത് എക്സസൈസും എയറോബിക് എക്സസൈസാണ്. ഒരു സെല്ലിലേക്ക് ഓക്സിജൻ എത്തിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പ്രവർത്തനം, ബോഡി ഫങ്ഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. എയറോബിക് എക്സസൈസിലൂടെ എന്തുണ്ടാവും? മസിലിലേക്കും അതുപോലെ തന്നെ സെല്ലിലേക്കും ഒക്കെ ഓക്സിജൻ എത്തുന്നത് എന്ത് വഴിയാണ്? ലങ്സും ഹാർട്ടും വഴിയാണ്. നേരത്തെ നമ്മൾ ലങ്സിൻ്റെ ഹാർട്ടിൻ്റെ റിലേഷൻഷിപ്പ് ഡിസ്കസ് ചെയ്തതാണ്. എയറോബിക് എക്സസൈസ് ആൾസോ നോൺ ആസ് കാർഡിയോ എക്സസൈസ്. നമ്മൾ കാർഡിയോ ഫിറ്റ്നസ്, കാർഡിയോ എക്സസൈസ് ഒക്കെ പറഞ്ഞത് അതൊക്കെ എയറോബിക് എക്സസൈസ് ആണ്.
is a physical exercise or low to high intensity in nature. അതിൻ്റെ എക്സസൈസിൻ്റെ കാഠിന്യം ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞിരിക്കാം. അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എക്സസൈസ് നമ്മൾ ചെയ്യുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ കാഠിന്യം കുറഞ്ഞും കൂടിയിരിക്കാം. ദിസ് ഫോം ഓഫ് ആക്ടിവിറ്റി സസ്റ്റെയിൻ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ആ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നത് കുറേ ടൈം പീരീഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ഓർ ജോഗിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ് ആൻഡ് വാക്കിംഗ് examples are anaerobic exercise, the capacity to perform work without the presence of oxygen. ഓക്സിജൻ ഇല്ലാതെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യുന്ന ഏത് വർക്കും എന്താണ് അനറോബിക് എക്സസൈസ് ആണ്. എക്സാമ്പിൾ സ്പ്രിൻറ്റിങ്, ത്രോയിങ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്. നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും ഈ ഓട്ടത്തിൽ എങ്ങനെ ശ്വാസത്തിൽ 100 മീറ്റർ റൺ ചെയ്യുന്നത് ഒറ്റ ശ്വാസത്തിലാണ് 100 മീറ്റർ ഓടി തീർക്കുക. അതുപോലെ തന്നെ 150 മീറ്റർ സ്വിമ്മിങ് ചെയ്യുന്ന ആൾക്കാർ ഒറ്റ ബ്രീത്തിലാണ് ഇത് നീന്തി തീർക്കുക. അതായത് ത്രോ ചെയ്യുമ്പോൾ ഒറ്റ ബ്രീത്ത് എടുത്തിട്ടാണ് ത്രോ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ബ്രീത്തിങ് എടുക്കുക. വെയിറ്റ് ലിഫ്റ്റിങ് പൊക്കുന്നതിന് മുമ്പ് ഒരു ബ്രീത്ത് എടുത്തിട്ട് ആ ബ്രീത്തിലാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് മൊത്തം ചെയ്യുക. ദിസ് ഫോം ഓഫ് ആക്ടിവിറ്റി ഓൺലി ബി സസ്റ്റെയിൻഡ് ഫോർ ഷോർട്ടർ പീരീഡ്. നേരത്തെ ലോങ് പീരീഡ് ആയിരുന്നു എയറോബിക് എക്സസൈസിൽ. അനറോബിക്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ബിലോ 20 സെക്കൻഡ്സിൻ്റെ ഉള്ളിലുള്ള ഏത് ആക്ടിവിറ്റിയും അത് എന്തായി വരുന്നതാണ് അനറോബിക് എക്സസൈസിലാണ്. ഓൺ ദ ബേസിസ് ഓഫ് മൂവ്മെൻറ്റ്സ് exercise is divided into 3. Basis of movement exercise is divided into 3. 3 ആയിട്ട് നമുക്ക് എക്സസൈസ് ഡിവൈഡ് ചെയ്യാം. ഐസോമെട്രിക് എക്സസൈസ്, ഐസോട്ടോണിക് എക്സസൈസ്, ഐസോകൈനറ്റിക് എക്സസൈസ്. Isometric exercise. Isometric exercise are the static contraction exercise. In this type of exercise, joints are kept steady without movement and tension created in muscles. ഈ ഐസോമെട്രിക് എക്സസൈസിൽ ചെയ്യുമ്പോൾ ഒരാൾ ഐസോമെട്രിക് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അയാളെ ജോയിൻറ്റ്സ് സ്റ്റഡി ആയിരിക്കും. അതായത് ബെൻഡ് ഉണ്ടെങ്കിൽ ആ ബെൻഡിലൊക്കെ നിൽക്കും, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും വിത്തൗട്ട് മൂവ്മെൻറ്റ്. അതെന്തുണ്ടാവും, ആ ജോയിൻറ്റ്സ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. പിന്നെ മസിൽസിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. മസിൽ എന്ത് ചെയ്യും, ഫോഴ്സ് എക്സൈറ്റ് ചെയ്യും അല്ലേ മസിൽസ്. ഫോർ എക്സാമ്പിൾ പുഷിങ് അഗെയിൻസ്റ്റ് ദ വാൾ, ക്യാരിങ് വെയിറ്റ്. നമ്മളൊരു വാള് തള്ളുകയാണ്, ചുമര് തള്ളുകയാണെങ്കിൽ എന്താണ്, ഒരു വണ്ടിയൊക്കെ തള്ളുകയാണെങ്കിൽ നമ്മളെ കൈയിൻ്റെ എൽബോ മുട്ട് എന്ത് ചെയ്യും, ഫുൾ എക്സ്റ്റൻഷനിലായിരിക്കും. പക്ഷെ നമ്മളൊന്ന് ഫുൾ പവറിൽ തള്ളുന്നുണ്ടാവും. പക്ഷെ എന്താണ് അവിടെ ഫുൾ ഫോഴ്സ് എന്തുണ്ടാവും, ടെൻഷനിൽ മസിൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്താണ് നമ്മുടെ ജോയിൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും, മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല, അതൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതാണ് വെയിറ്റ് ഓൺ ഷോൾഡർ കയറ്റി. ഫോർ എക്സാമ്പിൾ ഓഫ് ഐസോമെട്രിക് എക്സസൈസ് ആണ്. മസിൽസ് ആർ നോട്ട് ഷോർട്ടനിങ് ഓർ ലെങ്തനിങ്. മസിൽസിൻ്റെ ഇതെന്താണ് ഷോർട്ടനിങ് ലെങ്തനിങ് ഇൻക്ലൂഡിങ് ഐസോമെട്രിക് എക്സസൈസ്. ചെറുതാവുകയോ വലുതാവുകയോ ചെയ്യില്ല ഇതിൽ ഐസോമെട്രിക് എക്സസൈസിൽ. ഐസോട്ടോണിക് എക്സസൈസ്. Isotonic exercises are the movements exercise. In this type of exercise, joints are kept on moving and tension created in muscles. ഐസോട്ടോണിക് എക്സസൈസിൽ അതിൻ്റെ ജോയിൻറ്റുകൾ എന്താവും, മൂവ് ആവും. ഫോർ എക്സാമ്പിൾ ബൈസെപ്സ് കേൾ. നിങ്ങൾ ഡംബലൊക്കെ എടുത്തിട്ട് നമ്മൾ ബൈസെപ്പിൻ്റെ കയ്യിൻ്റെ മസിലിന് ചെയ്യുകയാണെങ്കിൽ കഴിയും. എൽബോ മടങ്ങി നീരും. ഒന്ന് ഒരു വെയിറ്റ് എടുക്കുകയാണെങ്കിൽ പൊന്തിക്കുകയാണെങ്കിൽ എൽബോ മടങ്ങി നീരും അല്ലേ. അതെന്താണ് ഓൺ മൂവിങ്. അതിൻ്റെ മസിൽസ് ആർ ഷോർട്ടനിങ് ആൻഡ് ലെങ്തനിങ് ഡ്യൂറിങ് ഐസോമെട്രിക് എക്സസൈസ്. ഇപ്പോൾ നമ്മളൊരു വെയിറ്റ് എടുത്തിട്ട് കയ്യിലൊരു വെയിറ്റ് എടുത്തിട്ട് കൈ മടക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൈസെപ്സ് മസിൽ, കൈയിൻ്റെ മസിൽ എന്താവും, മടക്കി പിടിച്ചാൽ ഷോർട്ടൻ വളരെ ചെറുതായിരിക്കും. കൈ നിർത്തുമ്പോൾ എന്താവും, അതിൻ്റെ മസിൽ ലെങ്തനാവും അല്ലേ. ബെഞ്ച് പ്രസ്, അതുപോലെ കിടന്നിട്ട് ബെഞ്ച് പ്രസ്, ബെഞ്ച് കിടന്നിട്ട് വെയിറ്റ് ഇട്ട് അടിക്കുന്ന ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ഓഫ് എൽബോ ജോയിൻറ്റ് ആർ ഫ്യൂ എക്സാമ്പിൾ ഓഫ് ഐസോമെട്രിക് എക്സസൈസ് ആണ്. ഐസോകൈനറ്റിക് എക്സസൈസ് ആർ ദ മൂവ്മെൻറ്റ് എക്സസൈസ്. ഇത് മൂവ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന എക്സസൈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. മെഷീനെ സഹായത്തോടെ സ്പെഷ്യലി ഡിസൈൻഡ് മെഷീൻസ് ആർ യൂസ്ഡ് ഫോർ ഡൂയിങ് ദ ഐസോകൈനറ്റിക് എക്സസൈസ്.
ചില ഡിസൈൻ ചെയ്ത മെഷീൻസ് ആണ് ഇതിന് ഐസോകിനറ്റിക് എക്സസൈസ് ഉപയോഗിക്കുക ഇൻ വിച്ച് മൂവ്മെന്റ് സ്പീഡ് ആൻഡ് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺട്രോൾഡ്. അതിൻ്റെ സ്പീഡ് മെഷീൻ സ്പീഡും റെസിസ്റ്റൻറ്റ് ക്യാൻ ബി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതെന്തിനാണ്? റിഹാബിലിറ്റേഷൻ, അതായത് ഒരാൾ പരിക്ക് പറ്റി വരുമ്പോഴൊക്കെ ചെയ്യുന്ന എക്സസൈസുകളാണ്. അത് നമ്മളെ ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ റിഹാബിലിറ്റേഷൻ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. അതിലൊക്കെ യൂസ് ചെയ്യുന്ന ചില മെഷീൻസൊക്കെ യൂസ് ചെയ്യും. അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ സ്ട്രെങ്ത് കുറഞ്ഞ ആൾക്കാർക്കാണ് അതിൻ്റെ ആ മെഷീൻ്റെ സ്പീഡ് വളരെ കുറച്ച് റെസിസ്റ്റൻസ് കുറച്ചിട്ട് ചെയ്യും. അയാൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ, അയാളെ ഇഞ്ചുറീന്ന് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സ്പീഡ് കൂട്ടി റെസിസ്റ്റൻസ് കൂട്ടി വരും. Isokinetic exercises are used for evaluating and improving strength of the muscles. Isokinetic exercises are used for evaluating and improving the strength of the muscles. Isokinetic exercises muscles strength ഒക്കെ evaluate ചെയ്യാൻ കഴിയും കേട്ടോ. Physical activity നേരത്തെ ഡിസ്കസ് ചെയ്താണ്. According to WHO, physical activity is the any bodily movements produced by skeletal muscle. Skeletal muscle means ഏത് മസിലും എല്ലിന് അടുത്തുള്ള ഏത് മസിലും സ്കെൽറ്റൽ മസിലാണ്. എനർജി എക്സ്പെൻഡിച്ചർ ആകുന്ന എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റിയും എന്താണ്? ബോഡി മൂവ്മെന്റ് ഉള്ള എല്ലാ ആക്ടിവിറ്റിയും ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഫിസിക്കൽ inactivity has been the leading risk factors for global mortality, causing an estimated 3.2 million deaths globally. ഒരു വർഷം 3.2 മില്യൺ, അതായത് ഏകദേശം 32 ലക്ഷം ആളുകൾ ഫിസിക്കൽ ഇനാക്റ്റീവ് മരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്സസൈസ്. One should be aware of basic concept in order to maximize the effectiveness of the exercise program. എക്സസൈസ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് എക്സസൈസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. കോച്ച് അതുപോലെ നമ്മൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഒക്കെ എന്തായിരിക്കണം, ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സസൈസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ, ഫ്രീക്വൻസി. ആഡിക്വേറ്റ് ഫ്രീക്വൻസി ഓഫ് എക്സസൈസ് ഷുഡ് ബി എൻഷുർഡ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്. ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്തിരിക്കണം, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. 3 to 4 HRPF ഹെൽത്ത് റിലേറ്റീവ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണെങ്കിൽ ഒരാഴ്ചയിൽ എന്താണ് 3 to 4 ദിവസമാണ് ചെയ്യേണ്ടത്. PRPF ആണ് പെർഫോമൻസ് റിലേറ്റീവ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണെങ്കിൽ 4 to 6 ആണ് ചെയ്യേണ്ടത് അല്ലേ. ഇൻറ്റൻസിറ്റി ഇറ്റ് ഈസ് ആസ് പെർ സ്പെസിഫിക് ഗോൾ. ഓരോ സ്പെസിഫിക് ഗോളാണ്. ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെങ്കിൽ, ഒരു അത്ലറ്റ് ആണെങ്കിൽ സ്റ്റേണം, അതായത് ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. സ്റ്റേണിങ് എക്സസൈസുകൾ കൂടുതൽ ചെയ്തിട്ട് യാത്ര ചെയ്യേണ്ട, അവിടെ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. പക്ഷേ അത്ലറ്റുകൾക്ക് സ്പീഡാണ് ഫോക്കസ് ചെയ്യുക, അതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ 60 to 85% ഫോർ HRPF ഹെൽത്ത് റിലേറ്റീവ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണെങ്കിൽ അവരുടെ കപ്പാസിറ്റിയുടെ 60 മുതൽ 85% ചെയ്താൽ മതി. പിന്നെ PRPF ഒക്കെ ആണെങ്കിൽ 75 മുതൽ 100%. അയാളുടെ കപ്പാസിറ്റി 75 സ്റ്റാർട്ടിങ്, അത് 100% വരെ ചെയ്യണം. നല്ല റിസൾട്ട് ഓറിയൻറ്റഡായി ചെയ്യണമെങ്കിൽ, റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതൊക്കെ ഇൻറ്റൻസിറ്റി ഉണ്ട് 100% വരെ എത്തണം. പിന്നെ വോളിയം, ഡ്യൂറേഷൻ ഓഫ് ദ പ്രോഗ്രാം മേ ബി ഫിക്സ്ഡ് ആസ് പെർ റിക്വയർമെൻറ്റ്. ഡ്യൂറേഷൻ പ്രോഗ്രാമിൻ്റെ വോളിയം എന്തിനാണ് റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യണം. 30 മുതൽ 60 മിനിറ്റാണ് എന്ത് ഫോർ HRPF. ഹെൽത്ത് റിലേറ്റീവ് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ചെയ്താൽ മതി. ആൻഡ് PRPFനോ 1 മണിക്കൂറിൽ കൂടുതൽ, ചിലപ്പോൾ 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ പെർഫോമൻസ് റിലേറ്റീവ് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ചെയ്യേണ്ടി വരും. അത് വോളിയം അങ്ങനെയാണ്. ലോഡ് ഷുഡ് ബി ഇൻക്രീസ്ഡ് പ്രോഗ്രസീവ്ലി. ലോഡ് എന്ന് പറയുന്ന എക്സസൈസ്, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ചെസ്റ്റ് ബെഞ്ച് പ്രസ് ചെയ്യാണ്, അപ്പോൾ അയാൾ ലോഡ് ഒരു 10 കിലോ ആദ്യത്തെ ആഴ്ച ഇട്ടാൽ രണ്ടാമത്തെ ആഴ്ച 15 കിലോ ഇടണം. അത് ലോഡ് ഷുഡ് ബി ഇൻക്രീസ്, അത് കൂടി പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ചെയ്യണം. അതൊരിക്കലും ഒരാഴ്ച 10 ഇട്ട് രണ്ടാമത്തെ ആഴ്ച 8 ഇട്ട് കഴിഞ്ഞാൽ അത് ലോഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അയാളുടെ ഫിറ്റ്നസ് കുറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടിന്യൂറ്റി, അടുത്ത പോയിന്റ് കണ്ടിന്യൂറ്റി. ഇംപ്രൂവ്മെന്റ് ആൻഡ് അഡാപ്റ്റേഷൻ ആർ ഓൺലി പോസിബിൾ ഇഫ് ആൻ ഇൻഡിവിജ്വൽ കണ്ടിന്യൂ ആൻ എക്സസൈസ് പ്രോഗ്രാം ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇതിൽ 3 മാസം മുതൽ 6 മാസം വരെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിസൾട്ടുകൾ കണ്ടിന്യൂറ്റി, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി റിസൾട്ട് കിട്ടും.
അതൊരാഴ്ച വർക്ക് ചെയ്തു, പിന്നെ ഒരാഴ്ച റെസ്റ്റ് എടുത്തു. അതുപോലെ ഒരാഴ്ച നേടിത്തന്ന എല്ലാ ഗെയിമും എന്താവും ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ നഷ്ടപ്പെടും. ഒരാഴ്ച വർക്ക് ചെയ്ത് ഒരാഴ്ച റെസ്റ്റ് എടുത്ത് പിന്നെ ഒരാഴ്ച വർക്ക് ചെയ്ത് ഒരു 6 മാസം വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കണ്ടിന്യൂ ആയിട്ട് മിനിമം 3 മാസം മുതൽ 6 മാസം വരെ വർക്ക് ചെയ്ത നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വാലിറ്റി. ഇപ്പോൾ അടുത്ത പോയിന്റ് ഇൻഡിവിജ്വാലിറ്റി. ഏജ്, സെക്സ് അലൈൻമെന്റ് ഹാവ് ടു ബി ടേക്കൺ ഇൻ കൺസിഡറേഷൻ. ഒരു ഏജ് ഒരു 15 മുതൽ 20 വരെ വേറൊരു കാറ്റഗറിയാണ്. 20 മുതൽ 30 വരെ, 30 40 വരെ, 40 50 വരെ, ഓരോ കാറ്റഗറി വെച്ചിട്ട് ഓരോ ഏജിനനുസരിച്ചുള്ള എക്സസൈസുകളാണ് കൊടുക്കേണ്ടത്. സെക്സ് ആണും പെണ്ണും ഉള്ള ആക്ടിവിറ്റികൾക്കൊക്കെ ഡിഫറൻസ് വരണം. പിന്നെ ബോഡി ടൈപ്പ് ഉണ്ട്. ബോഡി ഓരോ ആൾക്കാർക്ക് പലതരം 4 മനുഷ്യൻ്റെ ബോഡി ടൈപ്പ് 4 തരത്തിലുണ്ട്. ആ ആ തരത്തിലുള്ള ബോഡിയൊക്കെ നോക്കിയിട്ട് വേണം എന്ത് എക്സസൈസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ. അത് ഇൻഡിവിജ്വാലിറ്റി നോക്കുന്നതാണ്. ക്ലൈമറ്റ്. വെദർ കണ്ടീഷൻ ഷുഡ് ബി കൺസിഡർഡ് വൈൽ പ്ലാനിങ് എക്സസൈസ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുമ്പം ക്ലൈമറ്റ് തണുപ്പാണോ ചൂടാണോ മോയ്സ്ചറൈസർ ഉണ്ടോ അങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം ഒരു പ്ലാനിങ് ഉണ്ടാക്കാൻ. ടെക്നിക്കൽ എക്സ്പെർട്ടീസ്. എക്സ്പെർട്ട് ഒപ്പീനിയൻ വിൽ ബി ആൾവേസ് ഹെൽപ്ഫുൾ ഫോർ സേഫ് ആൻഡ് സെക്യൂർ എക്സസൈസ് പ്രോഗ്രാം. എന്ത് ചെയ്യുന്നു ടെക്നിക്കൽ എക്സ്പെർട്ട് നിർബന്ധമായി ചോദിച്ചു തന്നാൽ മാത്രമേ തന്നെ ആ എക്സസൈസ് പ്രോഗ്രാം സെക്യൂറും സേഫുമായി മാറുള്ളൂ കേട്ടോ. ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പണൻസ്. ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പണന്റ് development activity. Walking is one of the most effective form of exercise and can be included in everyday life. സ്വിമ്മിങ്, വാക്കിംഗ് ഉണ്ട്, സ്വിമ്മിങ്, സൈക്ലിംഗ്, എയറോബിക് എക്സസൈസുകൾ, സുംബ ഡാൻസ്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന സുംബ ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. rhythmic exercises, rhythmic dances along with basic stretching and exercises are also very helpful. Stretching exercises are very helpful and many form of sports and games can be make contribution to the fitness. ഇപ്പോൾ പലതരത്തിലുള്ള സ്പോർട്സ് ഉണ്ടല്ലേ, റിക്രിയേഷൻ ഗെയിംസ് ഒക്കെ ഉണ്ട്. അതുണ്ടാവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫിറ്റ്നസ്സിലേക്ക്. എല്ലാ സ്പോർട്സുകളൊക്കെ ഫിറ്റ്നസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. The common activities for developing fitness. First one, walking, jogging, running, interval training, slow continuous running, fast continuous method, fartlek method, circuit training, weight training, stretching, yogasana. So walking, jogging, running ഇത് ഒരു ആക്ടിവിറ്റിയാണ്. ബാക്കിയൊക്കെ ഇൻ്റർവൽ ട്രെയിനിങ്, സ്ലോ കണ്ടിന്യൂസ് റണ്ണിങ്, ഫാസ്റ്റ് കണ്ടിന്യൂസ് മെത്തേഡ്, fartlek മെത്തേഡ്, സർക്യൂട്ട് ട്രെയിനിങ്, വെയിറ്റ് ട്രെയിനിങ്. ഈ ഇതൊക്കെ എന്താണ് ട്രെയിനിങ് ആണ്. യോഗാസന ട്രെയിനിങ് ആണ്, സ്ട്രെച്ചിങ് ട്രെയിനിങ് ആണ്. ഇതിൽ ആദ്യത്തെ 3 എന്ത് മാത്രമേ ഉള്ളൂ, അത് വെറും ആക്ടിവിറ്റിയാണ്. ബാക്കിയൊക്കെ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങുകളാണ്. പിന്നെ fartlek മെത്തേഡ് മീൻസ് fartlek ഇസ് എ സ്വീഡിഷ് വേർഡാണ്. അതിൻ്റെ fartlekൻ്റെ മീനിങ് സ്പീഡി പ്ലേ. അതിൻ്റെ ഈ മെത്തേഡിൽ ഇതിൻ്റെ റണ്ണിങ്, ഒരാൾ ഓടുമ്പോൾ റണ്ണിങ്ങിൽ ഇതിൻ്റെ സർഫേസുകൾ മാറിയിരിക്കും. വെള്ളത്തിലൂടെ, സാൻഡിലൂടെ, ഹിൽ റണ്ണിങ്, ഇതൊക്കെയാണ് fartlek മെത്തേഡ് ഉള്ളത്. പിന്നെ സ്ട്രെച്ചിങ് നിങ്ങൾക്കറിയാം, യോഗാസനങ്ങൾക്കറിയാം. വാക്കിംഗ്. എ 50-pound man burns 100 calories per mile. ഒരു മൈൽ വാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 150 പൗണ്ടുള്ള ഒരാൾ 100 കലോറീസാണ് ബേൺ ചെയ്ത് പോകുക. 100 കലോറി 150 പൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഏകദേശം ഉണ്ടാവും? ഒരു കേജ് എന്ന് പറഞ്ഞാൽ 2.2 പൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മനസ്സിലാകും. 150 ഡിവൈഡ് ബൈ 2.2 അടിച്ചു കഴിഞ്ഞാൽ കേജ് കിട്ടും. ആ കേജുള്ള ആൾ 100 കലോറിയാണ് പെർ മൈൽ. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കുന്നതല്ല വാക്കിംഗ്, സാധാരണ നടക്കുന്നതല്ല. അതല്ല ഇവിടെ വാക്കിംഗ് ബ്രിസ്ക് വാക്കിംഗ് ആണ്. അതായത് അത്യാവശ്യം സ്പീഡിൽ കൈ വീശി നടക്കുന്നതാണ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത്. അതിലൂടെ മാത്രമേ നിങ്ങൾ ഉണ്ടാവുള്ളൂ 100 ബേൺ ചെയ്യാൻ, 100 കലോറീസ് ബേൺ ചെയ്യാൻ പറ്റുള്ളൂ. 200 പൗണ്ട് മാൻ ബേൺസ് 133 കലോറീസ് പെർ മൈൽ. ഒരു മൈലിൽ 133 കലോറി ബേൺ ചെയ്യാൻ പറ്റും, കത്തിക്കാൻ. 200 പൗണ്ട് മാൻ ബേൺസ് 136 calories per mile. You burn virtually the same number of calories whether you run or walk a mile. You just get there fast if you run. പറയേണ്ട ആവശ്യമില്ല. A good average walking speed is 3 to 4 miles per hour. 3 to
4 mile per hour ആണ് സാധാരണ സ്പീഡായിട്ട് നടക്കുന്നുണ്ടാകുന്നത്. ദിസ് വാക്കിംഗ് ആണ് ഡിപ്പെൻഡ് ഓൺ യുവർ ലെഗ്സ് ലെങ്ത് പിന്നെ ആൻഡ് ഹൗ ക്വിക്ക്ലി യു ക്യാൻ മൂവ് യുവർ ലെഗ്സ്. ലെഗിൻ്റെ ലെങ്ത്ത് പിന്നെ നമ്മുടെ സ്പീഡ് അതൊക്കെ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യു മേ നീഡ് ടു സ്റ്റാർട്ട് അറ്റ് സ്ലോവർ പേസ്, വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യാം, പിന്നെ സ്പീഡ് കൂട്ടിക്കൊണ്ട് വരാം. ഇഫ് യു ആർ ഔട്ട് ഓഫ് ഷേപ്പ്, വളരെ തടി ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പിന്നെ സ്പീഡാക്കി. ബട്ട് യു വിൽ ബിൽറ്റ് അപ്പ് ക്വിക്ക്ലി ഇഫ് യു വാക്ക് റെഗുലർലി. നിങ്ങൾ റെഗുലറായി നടക്കാൻ നിങ്ങളെ ബോഡി നല്ല ഷേപ്പാക്കി മാറ്റാം. ട്രെഡ്മിൽ ആൻഡ് ഔട്ട്ഡോർ വാക്കിംഗ് ഈൽഡ് ദ സെയിം ബെനിഫിറ്റ്. ഔട്ട്ഡോർ വാക്കിംഗ് ട്രെഡ്മില്ല് പറഞ്ഞാൽ മെഷീൻസ് അല്ലേ, ആ ട്രെഡ്മിൽ മെഷീനിൽ എക്സസൈസ് ചെയ്യാൻ സെയിം ആണ്. പക്ഷേ ട്രെഡ്മില്ല് എൻ്റെ അഭിപ്രായത്തിൽ ട്രെഡ്മില്ല് നല്ലതല്ല എന്നാണ്. എപ്പോഴും നമ്മൾ ഔട്ട്ഡോർ വാക്കിങ്ങിന് പോകുന്നതല്ല. ട്രെഡ്മില്ല് കുറച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം 1 വർഷമൊക്കെ ചെയ്യുകയാണെങ്കിൽ മുട്ടുവേദനയ്ക്ക് സാധ്യത കൂടുതലുണ്ട്. Jogging is a form of trotting or running at a slow or leisurely pace. ജോഗിങ് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ബൗൺസിങ് ആണ്. ശരിക്കും ജോഗിങ് കൈയൊക്കെ ഇട്ട് അങ്ങനെ ഓടുമ്പോൾ വളരെ മെല്ലെ ഓടുന്ന റണ്ണിങ് ആണ്. സ്ലോ ലെഷർലി പേസ് ആണ്. അതായത് വളരെ നല്ല സ്ട്രെയിൻ ചെയ്യാതെ ഈസി ആയിട്ടുള്ള പേസിനാണ് ജോഗിങ് എന്ന് പറയുന്നത്. ദ മെയിൻ ഇൻറ്റൻഷൻ ഈസ് ടു ഇൻക്രീസ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കുക വിത്ത് ലെസ് സ്ട്രെസ് കുറച്ച് ഓൺ ദ ബോഡി ദാൻ ഫ്രം ഫാസ്റ്റ് റണ്ണിങ്. സ്പീഡിൽ ഓടുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ലെഷറായിട്ട് നമുക്ക് ആ ലെഷർ പേസിലാണ് റൺ ചെയ്യുന്നതാണ് ജോഗിങ് എന്ന് പറയുന്നത്. It is one of the safe and popular form of fitness activity ആണ്. It is not the same as walking പോലെ it need more muscles for the added speed. അപ്പം മസിൽസ് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പീഡ് കൂട്ടാം. അപ്പ് ആൻഡ് ഡൗൺ ബൗൺസിങ് ആണ്. പിന്നെ ജോഗിങ് എന്ന് പറയുന്നത് നല്ല ഒരു താഴ്ന്നു പൊതിഞ്ഞിട്ടുള്ള റണ്ണിങ് വരിക. ഡീപ്പർ ബ്രീത്തിങ് കൂടുതൽ എടുക്കുക. ബാലൻസിങ്, ബോഡി ബാലൻസ് ചെയ്യുക. നമ്മൾ ശരിക്കും ബോഡി ചെറുതായിട്ട് മുന്നോട്ട് ലീൻ ചെയ്തിട്ടാണ് ഓടേണ്ടത്. ബാക്കോട്ടല്ല, മുന്നോട്ട് കുറച്ച് ലീൻ ചെയ്തിട്ടാണ് ഓടുക ജോഗിങ് വരുന്നത്. റണ്ണിങ് ഇത് സൗണ്ട് ഇൻഷുറൻസ് അഗൈൻസ്റ്റ് ഡിസീസസ്. റണ്ണിങ് ചെയ്താൽ അസുഖങ്ങൾക്കൊക്കെ മാറിയിരിക്കും എന്ന് പറയുന്നത്. റണ്ണിങ് യൂട്ടിലൈസസ് കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ് സ്ട്രീമിലുള്ള കൊളസ്ട്രോളൊക്കെ റണ്ണിങ് ചെയ്യുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്ന പറയുന്നത്. ഓടുമ്പോൾ അതൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നതാണ്. ആസ് എനർജി ആയിട്ട് മാറ്റും. ആൻഡ് ദെർബൈ റെഡ്യൂസ് ദ ടോട്ടൽ കൊളസ്ട്രോൾ കുറക്കാൻ പറ്റും. റണ്ണിങ് ആൻഡ് ജോഗിങ് ആർ എയറോബിക് എക്സസൈസ് ആണ്. വിച്ച് സ്ട്രെങ്തൻ ഹാർട്ട്, ലങ് മസിൽസ് ആൻഡ് ബോൺസ്. അതൊക്കെ ബോൺസിനൊക്കെ കപ്പാസിറ്റി കൂടും. ഹാർട്ട് ലങ്സിനൊക്കെ കപ്പാസിറ്റി കൂടും. അത് കാർഡിയോ വസ്കുലർ എഫിഷ്യൻസി കൂടും. ഇറ്റ് ഈസ് മോർ ഇൻറ്റൻസീവ് ദാൻ ജോഗിങ്ങിനേക്കാളും ബുദ്ധിമുട്ടാണ്, കഠിനമാണ് അല്ലേ. സ്ലോ കണ്ടിന്യൂസ് മെത്തേഡാണ്, ട്രെയിനിങ് മെത്തേഡാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് പോകേണ്ട. സ്ലോ കണ്ടിന്യൂസ് മെത്തേഡ് ഓൺ വർക്ക് സെർട്ടൻ സ്പീഡ് വിത്തൗട്ട് എനി പോസ് ഫോർ എ വെരി ലോങ് പീരിയഡ്. കുറേ സമയത്തേക്ക് ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്, ക്രോസ് കൺട്രി റണ്ണറൊക്കെ എക്സാം ഇൻറ്റൻസിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഹാർട്ട് റേറ്റ്. അതിൻ്റെ ഡിറ്റർമിൻഡ് ബൈ ഹാർട്ട് റേറ്റ് ആണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി തീരുമാനിക്കുന്നത്. ഹാർട്ട് റേറ്റ് ഷുഡ് ബി 140 to 160 ബീറ്റ് പെർ മിനിറ്റ്സ്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളെ 140-ലും 160-ലും നമ്മളെ ഹാർട്ട് ബീറ്റ് നിലനിൽക്കണം. 160-ൽ കൂടാനും പാടില്ല, 140-ൽ കുറയാനും പാടില്ല. അതൊക്കെ ടച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. സാധാരണ ഒരു ആവറേജ് മാനിൻ്റെ ഹാർട്ട് റേറ്റ് എത്രയാണ് ഇൻഡിവിജ്വൽ 72 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 140 160 അത് നമുക്ക് പൾസ് റേഡിയൽ പൾസ് അല്ലേ, നമ്മളെ തം ഫിംഗറിൻ്റെ നേരെ താഴത്ത് വെച്ചിട്ട് നമ്മൾ റിസ്റ്റിൻ്റെ അവിടെ പിടിച്ച് കഴിഞ്ഞാൽ റേഡിയൽ പൾസ് കിട്ടും. അവിടെ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ പൾസിൻ്റെ ഒരു മിനിറ്റിൻ്റെ പൾസൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. വോളിയം ഓർ ഡ്യൂറേഷൻ ഷുഡ് ബി മോർ ദാൻ 30 മിനിറ്റ്സിൽ കൂടുതലായിരിക്കണം. ഫാസ്റ്റ് കണ്ടിന്യൂസ് മെത്തേഡ് വർക്ക് ഡൺ അറ്റ് ഫാസ്റ്റർ റേറ്റ്. നേരത്തെ പറഞ്ഞാൽ ഫാസ്റ്റ് റേറ്റ് ചേഞ്ചിങ് പേസിൻ്റെ വ്യത്യാസം ഫോർ ലോങ് ഡ്യൂറേഷൻ വിത്തൗട്ട് എനി ബ്രേക്ക്. ഹാർട്ട് റേറ്റ് ഷുഡ് ബി 160 to 180 ബീറ്റ് പെർ മിനിറ്റ്. സമയത്ത് എനിക്ക് പറഞ്ഞാൽ 140 160 ഇതിൽ 160 180. വോളിയം ഓർ ഡ്യൂറേഷൻ ഷുഡ് ബി നോട്ട് ലെസ് ദാൻ 20 മിനിറ്റ്സ്. നേരത്തെ പറഞ്ഞ 30 മിനിറ്റ്സ് ആയിരുന്നു അല്ലേ. വേരിയഡ് പേസ് മെത്തേഡ്. ദ എക്സസൈസ് ഈസ് ഡൺ കണ്ടിന്യൂസ്ലി ബട്ട് വിത്ത് ചേഞ്ചിങ് സ്പീഡ്. ഇതിൽ ചേഞ്ച് വേരിയഡ് പേസ് മെത്തേഡാണ്. സ്പീഡ് ചേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് വെരി സ്ട്രെയിനസ്.
വളരെ ബുദ്ധിമുട്ട് കാഠിന്യമുള്ളതാണ്. സ്ട്രെയിനസ് എക്സസൈസുകളാണ്. ഹാർട്ട് ഷുഡ് ബി 140 to 180 ബീറ്റ് പെർ മിനിറ്റ്സ് ആണ്. 140-150 ആണ്. വോളിയം ഓഫ് ഫ്ലൂയിഡ് ഷുഡ് ബി 50 to 60 മിനിറ്റ്സ് ആണ് ഇതിൽ പറയുന്നത്. ഇന്റർവൽ ട്രെയിനിങ് മോസ്റ്റ് ഫെമിലിയർ മെത്തേഡ് ഓഫ് ഇംപ്രൂവിങ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് ഇന്റർവൽ ട്രെയിനിങ്. ഇന്റർവൽ ഡ്യൂറിങ് ട്രെയിനിങ് ഇന്റർവൽ ഉണ്ടാവും, ഡ്യൂറിങ് റെസ്റ്റ് ഉണ്ടാവും. ഹാർട്ട് റേറ്റ് ഷുഡ് ബി 160 to 180 ബീറ്റ് പെർ മിനിറ്റ്സ് ഇന്റർവൽ ഉണ്ടാവും. ഹാർട്ട് റേറ്റ് ഷുഡ് ബി 120 to 130 ബീറ്റ് പെർ മിനിറ്റ്സ്. റീസ്റ്റാർട്ട് എക്സസൈസ് 160 മുതൽ 150 വരെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളൊരു പ്രത്യേക ടൈം വെക്കാതെ എത്തിക്കഴിഞ്ഞ് നിർത്തുക, എന്നിട്ട് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് 120-130 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എക്സസൈസ്. അതാണ് ഇന്റർവൽ ട്രെയിനിങ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം.